നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ ഡയറക്റ്റ്ലി വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റഡ് ആണ്. അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് സെർച്ചൊക്കെ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എൻട്രി എക്സിറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാർട്ട് വളരെ യൂസ്ഫുള്ളാണ്. അത് പ്രൂവ് ചെയ്യാനുള്ള വീഡിയോസാണ് പ്ലേലിസ്റ്റിലടക്കം ലൈവിൽ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 29/5/2024 ഒരു ലൈവ് വീഡിയോ കിടപ്പുണ്ട്. അതിൽ ആദ്യത്തെ 9:07 തൊട്ട് 9:15 വരെയുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കാം. കാരണം നെക്സ്റ്റ് ഇവിടെയാണ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഇന്നലെ ക്ലോസ് ആയത്. ഓക്കെ, 3:15 കഴിഞ്ഞാണ്. നമുക്കത് ഒന്നും കൂടെ വെക്കാം. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞു 115 പോയിൻ്റ് അടുത്ത് മാർക്കറ്റ് ലോ ലെവലിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇന്ന ഏരിയ വരെയൊക്കെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിലേക്കായിരിക്കും. ഇവിടെ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 22,858 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ, ഈ വരയൊക്കെ രാവിലെ വരച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. താഴത്തെ അത് കഴിഞ്ഞു, താഴത്തെ ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ലൈനിലേക്ക് പോയി. ഫ്യൂച്ചറിൽ ഞാൻ കുറച്ചും കൂടെ നല്ല ഡീസൻ്റായിട്ട് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ലാഗില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്യൂച്ചറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത താഴെ വൈറ്റ് ലൈനിലേക്കും ഈ റെഡ് ലൈൻ സപ്പോർട്ട് എടുത്താൽ മേളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിലേക്ക് വന്ന് ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലേക്ക് വന്നു, പിന്നെയും താഴത്തോട്ട് പോയി ടാർഗറ്റൊക്കെ ഏകദേശം ഹിറ്റ് ചെയ്തൊക്കെ നിൽക്കുന്നത് ഏകദേശം. അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഡണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രേഡിങ് വളരെ സിമ്പിളാണ്, നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു എന്നുള്ളൂ. അത് നമുക്ക് വശമാവണമെങ്കിൽ എന്തായാലും കുറച്ച് നാൾ ഇതിൻ്റെ പുറകെ കച്ച കെട്ടി ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ് നമ്മുടെ ഒരു ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാം. ഒരു നിഫ്റ്റി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി നമ്മളോട് പറയും, പൊട്ടത്തരാണെന്ന് എനിക്കറിയാം, നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാൻ പോവാണ് എന്നുള്ള കാര്യം നിഫ്റ്റി കറക്റ്റായിട്ട് പറയും. ഇവിടെ തന്നെ ഇവിടുത്തെ ഡൗൺ സൈഡിൽ നിന്ന് ക്രോസ് ഓവറിൽ നേരെ മോളിൽ പോയി അവിടെ നിന്ന് നേരെ ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ക്രോസ് ഓവറും കഴിഞ്ഞ് താഴത്തോട്ട് പോയി. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയതായിട്ട് അതേപോലെ തന്നെ പറയാനുള്ള, ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് അനലൈസേഷനുള്ള ഒരു പ്രോഗ്രാമും ഉണ്ട് രാവിലെ. അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 21 പേർക്കാണ് അതിൽ ചാൻസ് ഉള്ളത്. മിനിമം ഒരു 10 പേരൊക്കെ വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂണിലാണ്, 21 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഒരിക്കലും കോളോ ടിപ്പോ ഒക്കെ പ്രതീക്ഷിച്ച് കൈനനയാതെ മീൻ പിടിക്കാം എന്ന് താല്പര്യമുള്ളവരാരും വരാനായിട്ട് നിൽക്കണ്ട. അതിൽ കോളും ടിപ്പൊന്നും കൊടുക്കുന്നില്ല. ഒരു ഗ്രൂപ്പ് ട്രേഡിംഗ്, ഒരു ഗ്രൂപ്പ് അനലൈസാണ് അവിടെ നടക്കുന്നത്. ഒരു ഡിസ്കഷൻ ചെയ്ത് മെൻ്റലി ഫിറ്റ് ആവാൻ, ഓവർ ട്രേഡ് റിവെഞ്ചൊക്കെ കുറക്കാൻ, രാവിലെ എടുത്തിട്ട് വൈകിട്ട് പ്രോഫിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഡിസിപ്ലിൻ ട്രേഡിംഗ് എങ്ങനെ എൻ്റെ കൂടെ ഒരു 21 ദിവസം നിന്ന് അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാം. അത് നോ കോംപ്രമൈസ്. ആ മെൻറ്റർഷിപ്പാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മെൻ്റലി ഫിറ്റാണ്. ടെക്നിക്കലി 10% ഉള്ളൂ, ബാക്കി 90%
നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ആവറേജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആവറേജ് ചെയ്തത് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കും കൂടെ നമ്മൾ സ്ട്രാറ്റജിയും കൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനം ഈ ഒരു ചാർട്ട് തന്നെ ആട്ടോ. ആവറേജിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആവറേജ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മളുടെ ആവറേജ് ഈ ഒരു ചാർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് കിട്ടും. നമ്മൾ ആവറേജ് ചെയ്തൊരു വീഡിയോ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല, ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായിപ്പോയി. അപ്പോൾ അതിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒക്കെ ഈ ചാർട്ട് പഠിച്ച ഒരു പ്രോഫിറ്റ് എടുക്കുന്നതാണ് കേട്ടോ. ആ ദേ 2486 ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഞാൻ വേറൊരു ലൈവ് റൂം ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ ഇവിടെ ആവറേജ് ചെയ്തു, ഇവിടെ ആവറേജ് ചെയ്തു, ഇവിടെ ആവറേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെറിയ പ്രോഫിറ്റിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ആവറേജ് ചെയ്തത്. ആവറേജ് ചെയ്ത് 180, 187 ടാർഗറ്റ്. അത് 180 നമ്മൾ കൃത്യമായിട്ട് അത് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ആ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ആവറേജ് ചെയ്ത് ഈ ക്യാൻഡലിൻ്റെ ടിപ്പാണ് ഹൈയിൽ വന്ന് ആ 187 ടച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ആ കാണുന്ന സമയം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിൽക്കുന്ന ലെവല് കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ആർട്ട് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക. ആകെ 45 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു സെയിം സിനാരിയോ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഇതുണ്ടോ, ഈ വന്നേക്കണ അതേപോലെ തന്നെയാണ്. നിങ്ങൾ ഞാൻ ഇവിടെ ഒരു 2 കണ്ണും ഒരു മൂക്കും ഒരു വായൊക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ തല രൂപം പോലെയൊക്കെ ഇല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം കേട്ടോ ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു രസമായിരിക്കും, ഒരു ആർട്ടാണ്. ട്രേഡിങ് ഈസ് ആൻ ആർട്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ടൊക്കെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു തല പോലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി അത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ പല മെത്തേഡുകളൊക്കെ ഉണ്ട്. അത് രസമാണ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നല്ല രീതിയിൽ ചാർട്ടൊക്കെ റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ചാർട്ട് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ആവറേജിങ് സിസ്റ്റം കൂടെ തുടങ്ങിയ പിന്നെ ഒന്നും കൂടി ഈസിയാണ്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്നും വീണ്ടും തെന്നി പോകുന്നു. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റിൻ്റെ ലോ വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഞാൻ ഇവിടെ ഒരു ലെവൽ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ യെല്ലോ ലൈൻ്റെ ടോപ്പിൽ വരച്ച ലെവലിലാണ് ഈ താഴത്തോട്ടുള്ള വിക്ക് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കണ്ടോ, നമുക്ക് ആ പ്രൈസ് ലൈൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ ഗ്രീൻ ലൈനാണ് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ചെറിയൊരു ഇതിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പ്രൈസ് ലൈൻ, അവിടെ രണ്ടാമത്തെ പ്രൈസ് ലൈൻ മൂവ് ചെയ്തൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഓരോ ട്രിഗറും അതേപോലെ സപ്പോർട്ടൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ 22,634, 22,563 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നിൽക്കുന്ന ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ 22,778 വരെ മാർക്കറ്റ് പോകാം. അതിൻ്റെ ഇടയ്ക്ക് 22,736 ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അവിടെ നിന്നും ബ്രേക്കായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി 22,859 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നേരെ ഫ്യൂച്ചറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 22,770 22,725 പോകാം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ 22,905 അഗെയിൻ കൺസോൾട്ടേഷൻ. അവിടെ നിന്നും മുകളിലോട്ട് പോയി കഴിഞ്ഞ് 22,950, അവിടെ നിന്നും മുകളിലോട്ട് പോയി കഴിഞ്ഞ് 23,010 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി
ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാനാണെങ്കിൽ നാളെ എക്സ്പയറി ഡേ ആണ്. നല്ല രീതിയിലൊരു മൂവ് കിട്ടാനുള്ളത് അത്യാവശ്യം ഡെൽറ്റ വാല്യൂ ഉള്ളത് 22,500 കേട്ടോ. പിന്നെ നമുക്ക് 22,600 നോക്കാം, 22,700 നോക്കാം, 22,800 നോക്കാം, 22,900. മാസീവ് മൂവ്മെൻ്റ് ആണെങ്കിൽ 23,000, 22,856, 23,000 നല്ല സ്ട്രൈക്കാണ് സിയിൽ. ഓക്കെ, പിയിലേക്കാണെങ്കിൽ 22,800, 22,700, 22,500, 22,400 ഇതൊക്കെ നല്ല സ്ട്രൈക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള ഒരു അനലൈസിങ്. അപ്പോൾ കൂടുതൽ അറിയാനൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, നന്നായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ, കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.